നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി VHSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 78.69% വിജയം. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 82.95. 4.26% കുറവ് രേഖപ്പെടുത്തി. പരീക്ഷ എഴുതിയത് 3,74,755 പേർ. ഉപരിപഠനത്തിന് അർഹത നേടിയത് 2,94,888 വിദ്യാർത്ഥികൾ. VHSC പരീക്ഷയിൽ വിജയ ശതമാനം 71.42. പോയ വർഷം 78.39% വിജയം. കുറഞ്ഞത് 6.97%. 63 സ്കൂളുകൾ 100% വിജയത്തിളക്കം നേടിയപ്പോൾ സർക്കാർ സ്കൂളുകൾ 7 മാത്രം. മന്ത്രി വി ശിവൻകുട്ടിക്ക് കടുത്ത അതൃപ്തി. അന്വേഷണം നടത്താൻ ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ അക്കാദമിക് രംഗത്ത് പുത്തൻ വിപ്ലവ ചരിത്രം രചിച്ച പെൺപട. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരുടെ എണ്ണത്തിൽ ആൺകുട്ടികളെക്കാൾ 3 ഇരട്ടി പ്രാതിനിധ്യം. 29,718 പെൺകുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയപ്പോൾ ആൺകുട്ടികൾ 9,524 മാത്രം. 105 വിദ്യാർത്ഥികൾ 1,200-ൽ 1,200 മാർക്കും സ്വന്തമാക്കി. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂൺ 12 മുതൽ 20 വരെ. അപേക്ഷ സമർപ്പിക്കാൻ മെയ് 13 വരെ സമയം. SSLC പരീക്ഷയിൽ മിന്നുന്ന വിജയം കൊയ്ത വടക്കാഞ്ചേരി അത്താണി മേഖലയിലെ സ്കൂളുകൾ. ഹയർ സെക്കൻഡറിയിൽ വല്ലാതെ പിന്നോക്കം പോയി. 100ന്റെ തിളക്കമില്ലാതെ സ്കൂളുകൾ. മേഖലയിലെ ഒറ്റ സ്കൂളുകളിലും 100% വിജയമില്ല. അത്താണി JMJയിൽ 91% വിജയം. മുഴുവൻ വിഷയങ്ങളിലും A+ 1 മാത്രം. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ 76% വിജയം. 18 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറിയിൽ വിജയം 87%. ഫുൾ A+ 7. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കുട്ടിക്ക് തോൽവി. 100% വിജയം നഷ്ടപ്പെട്ടു. വടക്കാഞ്ചേരി ബോയ്സിൽ 89% വിജയം. 37 കുട്ടികൾക്ക് A+ തിളക്കം. പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ എറണാകുളം മഹാരാജാസ് കോളേജ് MSc ബോട്ടണി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. SFI മഹാരാജാസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് യഹിയയുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച കാലത്ത് കണ്ടെത്തിയത്. താനൂർ സ്വദേശിയായ 25-കാരൻ പീച്ചിയിലെത്തിയത് വനഗവേഷണ കേന്ദ്രത്തിന്റെ ഇന്റേൺഷിപ്പിന്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉയരുന്നു പ്രതിഷേധത്തിന്റെ ആരവമേളം. കയ്യും കെട്ടിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ്. എല്ലാം കുളമാക്കിയ മന്ത്രി വിദേശ പര്യടനത്തിൽ. നിരന്തര പ്രക്ഷോഭത്തിൽ താളം തെറ്റി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ. വ്യാഴാഴ്ചയും പ്രക്ഷോഭത്തിന്റെ പെരുമ്പറ മുഴക്കം. ടെസ്റ്റുകൾ പതിവ് പോലെ മുടങ്ങി. അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിൽ മന്ത്രിയെ ഉണർത്താൻ ചെണ്ടകൊട്ടി പ്രതിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. കേരളീയ കലയുടെ രംഗഭൂമിയിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100%ന്റെ തിളക്കം. അക്കാദമിക് രംഗത്ത് കേരള കലാമണ്ഡലത്തിന് സുവർണ നേട്ടം. ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയത് 30 ആൺകുട്ടികളും അത്ര തന്നെ പെൺകുട്ടികളും. 60 പേരും വിജയപർവം കീഴടക്കി. 4 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. സോപാന സംഗീതത്തിന്റെ സുന്ദര നിറവിൽ അമർന്ന് അത്താണി മിനാലൂർ കുറ്റിയങ്കാവ്. സോപാന സംഗീത പരിക്രമയാത്രയ്ക്ക് കുറ്റിയങ്കാവ് ഭഗവതി സന്നിധിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ബഹറിൻ സോപാനം വാദ്യകലാസംഘമാണ് ഭഗവതിയുടെ സന്നിധിയിലെത്തിയത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാണ് പരിക്രമയ്ക്ക് ശുഭാരംഭം. ബഹറിനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1.5 പതിറ്റാണ്ട്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപന സാധ്യതയെന്ന മന്ത്രി വീണ ജോർജ്. ഇടവിട്ട് മഴ പെയ്യുന്നത് രോഗവ്യാപനത്തിനിടയാക്കുമെന്നും ആരോഗ്യമന്ത്രി. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. ഞായറാഴ്ച വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ നിർദ്ദേശം. വനം വിട്ട് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ സുഖവാസമാക്കി. വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം വീതി വിതച്ച് ആനക്കൂട്ടം. മേഖലയിലെ കൃഷിയിടങ്ങളിൽ വിഹാരം. ആദിവാസി കോളനിയിലും ആനകൾ നിത്യസാന്നിധ്യം. കാട്ടുപന്നികളും ജനവാസ മേഖലയിൽ. ഓട്ടുപാറ കരുമത്ര റോഡിൽ മങ്കര ലക്ഷം വീട് പരിസരത്ത് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി. ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചു മറിഞ്ഞ് 55-കാരന് പരിക്ക്. പൊള്ളുന്ന ചൂടിന്റെ ദുരിതദിനങ്ങളിൽ നിന്ന് പതുക്കെ മോചനം. സംസ്ഥാനത്ത് ഇനി വേനൽ മഴയുടെ ആശ്വാസകാലം. വെള്ളി ശനി ദിവസങ്ങളിൽ വ്യാപക മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അത്താണിയിൽ വ്യാഴാഴ്ച വൈകിട്ട് ഭൂമിയെ തണുപ്പിച്ച വേനൽ മഴ. കുറാഞ്ചേരിയിൽ മഴയ്ക്കിടെ മരം മറിഞ്ഞ് വീണ് ഗതാഗത സ്തംഭനം. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് വൈദ്യുതി വകുപ്പ്.